ഇമാജിൻ നിങ്ങൾ ഈ അടി ഇടി പാട്ട് ഡാൻസ് ടൈപ്പ് സിനിമകളുടെ ഒരാളാണ്. അങ്ങനെ ഒരു സിനിമ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. പക്ഷേ അതിലെ നായകനെതിരെ കുറേ കാലമായി അതീവ ഗുരുതരമായ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ വിഷയത്തെപ്പറ്റി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കുകയാണ്. അതായത് ഇത്രയും പോപ്പുലറായ ഒരാൾ ഇത്രയും ലൂപ്പ് ഹോൾ ഉള്ള ഒരു അറ്റംപ്റ്റിന് മുതിരുമോ എന്ന്. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടും ആ നടന്റെ പഴയ സിനിമകൾ കണ്ടുള്ള ഒരു ഇഷ്ടം ഇപ്പോഴും ബാക്കിയുള്ളത് കൊണ്ടും നിങ്ങളൊരു കാര്യം തീരുമാനിക്കുകയാണ്. നിങ്ങൾക്കൊരു ഓൺലൈൻ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമയെ പറ്റി ഒപ്റ്റിമിസ്റ്റിക്കായി അല്ലെങ്കിൽ പോസിറ്റീവായി സംസാരിക്കുക. ഇനി റിലീസിനോട് അടുപ്പിച്ച് ഈ സിനിമയിൽ ഒരു പാട്ട് പുറത്തിറങ്ങുകയാണ്. 4 ദിക്കിൽ നിന്നും നെഗറ്റീവ് മാത്രമായിരുന്നു ആ പാട്ടിനെ കുറിച്ച് നമ്മൾ ആദ്യം കേട്ടത്. പക്ഷെ അവിടെയും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആവുകയാണ്. അതായത് ഈ പാട്ടിന് ഇങ്ങനെയൊക്കെ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊരു അടിച്ചുപൊളി പാട്ടല്ലേ, ഇതിങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവൂ എന്ന്. അപ്പൊ ഇത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ സിനിമ കാണാൻ പോവുകയാണ്. ആ സിനിമ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷെ ആ സിനിമയിൽ ഒരു ജോക്ക്, അതായത് ഈ നായകൻ ഒരു സ്ത്രീയുടെ പേരുള്ള എന്തോന്നിനെ തട്ടിക്കൊണ്ടുപോയി അതിനെ കറന്നു, കുറച്ച് കഴിഞ്ഞ് പറയുകയാണ് അതൊരു പശുവായിരുന്നു എന്ന്. അങ്ങനെ ഒരു രംഗം നമ്മൾ കാണുമ്പോൾ ആദ്യം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എന്തോ ഒരു കനം നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും അതേ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. എന്തിനാണ് അങ്ങനെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നത്? ഒരു സിനിമയായി തന്നെ കാണണം, അതിന് പുറത്തുള്ള വിഷയവുമായി കൂട്ടിക്കുഴക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് നമ്മൾ തിയേറ്ററിലെത്തുമ്പോൾ കാണുന്നത് ഇങ്ങനൊരു സംഭവമാണ്. സോ ഇതൊരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കൂടി കൊഞ്ഞനം കുത്തുന്ന ഒരു തരം പരിപാടിയാണ്. ഇപ്പം ചിലർ പറയും അതൊരു പശുവിനെ പറ്റിയല്ലേ പറഞ്ഞത്, അതൊരു കോമഡി അല്ലേ എന്നൊക്കെ. പക്ഷേ ബുദ്ധിയുള്ള ആർക്കും കാര്യം മനസ്സിലാവും. ഇപ്പോഴും അതിനൊരു തമാശയായി അണ്ണൻ്റെ മാസായി കാണുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ആൻഡ് അൾട്ടിമേറ്റ്ലി സിനിമയായി കാണണം എന്ന് പറഞ്ഞ എന്നെ പോലുള്ള ചില ആളുകളെങ്കിലും മണ്ടന്മാരെ